അപ്പോൾ അവർ അവരുടേതായ ഭാഷയിൽ നമ്മളെ കളിയാക്കി ചിരിക്കുകയാണ്. മാറ്റി എന്തെങ്കിലും ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മതം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാനും ഒരു മതത്തിൽ ജനിച്ച ആളാണ്. ഞാനും ഒരു മതത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതായത് ഓരോ മനുഷ്യനും ഒരു കഥയുണ്ട്, ഓരോ നഗരത്തിനും ഒരു ആത്മാവുണ്ട്, അതേപോലെ തന്നെ ഓരോ യാത്രയ്ക്കും നമ്മളെ മാറ്റാനുള്ള ഒരു ശക്തിയുണ്ട്. ഹലോ, നമസ്കാരം. നല്ലൊരു കോഫിയും നല്ലൊരു സംഭാഷണം, അതാണ് നമ്മൾ പലരും ആഗ്രഹിക്കുന്നതല്ലേ. അതിൽ നിന്നാണ് കോഫി വിത്ത് സ്കൈ ടൈം ജനിച്ചത്. യാത്രകളെ കുറിച്ചും മനുഷ്യരെ കുറിച്ചും സംസ്കാരങ്ങളെ കുറിച്ചും ഓരോ യാത്രയും നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവങ്ങളെ കുറിച്ചും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും. ഇത് വെറും ടൂറിസ്റ്റ് സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുന്ന പോഡ്കാസ്റ്റ് അല്ല, മറിച്ച് പുതിയ രാജ്യങ്ങൾ നമ്മളെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഓരോ യാത്രകളിലും പിന്നിലുള്ള കഥകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഓരോ എപ്പിസോഡിലും ഇവിടെ ചർച്ച ചെയ്യും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യാത്രകൾ എങ്ങനെ നമ്മളെ ചിന്തകളെ മാറ്റുന്നത് എന്നതിനെ കുറിച്ചാണ്. ഞാൻ അബ്ന. ഇന്ന് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡോടൊപ്പം ഉള്ളത് സ്കൈ ടൈം ടൂറിസ്റ്റിന്റെ ജനറൽ മാനേജറും വർഷങ്ങളായി ട്രാവൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന മിസ്റ്റർ ഫവാസ് ആണ്. ഫവാസ് സർ, വെൽക്കം ടു കോഫി വിത്ത് സ്കൈ ടൈം. താങ്ക് യു അഭിന. ലെറ്റ് മീ ആസ്ക് യു മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ ട്രാവൽ ചേഞ്ചസ് പീപ്പിൾ എന്നുള്ളത്. അത് സാറിന്റെ ഒരു ജീവിതത്തിൽ എത്രത്തോളം ശരിയാണ്? ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണല്ലോ അഭിന ആദ്യം തന്നെ ചോദിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം വെച്ച് പറയാം. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ വിദേശത്തേക്ക് ആദ്യമായിട്ട് പോകുന്നത് എന്ന് പറയുന്നത് എൻ്റെ 19ാമത്തെ വയസ്സിലാണ്. അതായത് എനിക്ക് 18 വയസ്സ് കഴിഞ്ഞ് 19ാം വയസ്സിൻ്റെ ആദ്യ കാലഘട്ടത്താണ് ഞാൻ യു എയിലേക്ക് പോകുന്നത്. ഓഫ് കോഴ്സ് ഞാനതൊരു ജോബ് ഹണ്ടിങ്ങിന് വേണ്ടി പോയതായിരുന്നു. എന്നാലും ആ ഒരു യാത്രയിൽ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാണുന്നതെല്ലാം പുതിയ കാഴ്ചകളാണ്. അതായത് അന്നത്തെ എൻ്റെ 19ാമത്തെ വയസ്സുകാരൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുക എന്ന് പറയുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ്. പക്ഷേ ഇന്നിപ്പോൾ പലർക്കും കേൾക്കുമ്പോൾ അത് വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ആ ഒരു യു എയിലെത്തുന്നു. പുതിയ ആളുകൾ, പുതിയ സംസ്കാരം, പുതിയ സിറ്റി, എല്ലാം പുതിയതാണ്. എനിക്കറിയുന്ന ആളുകളുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നതെല്ലാം പുതിയ കാര്യങ്ങളാണ്. ഞാൻ ഏകദേശം ഒരു വർഷമാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് അഭിനയ് ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന സമയത്താണ് പിന്നീട് ഞാൻ പലരോട് സംസാരിക്കുമ്പോഴും പലരും എന്നോട് പറഞ്ഞ് നീ ആകെ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശക്കാരനായി എന്നല്ല അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എൻ്റെ സംസാര രീതികൾ, ഞാൻ ആളുകളോട് പെരുമാറുന്ന രീതി, അതിലൊക്കെ താരതമ്യേന നല്ല ഗണ്യമായ മാറ്റങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. യെസ്. ഓക്കെ, ശരി. അപ്പൊ സാറ് പറഞ്ഞു സാറിന്റെ ഫസ്റ്റ് യാത്ര എന്ന് പറഞ്ഞാൽ സാറിന്റെ ഒരു 19ാമത്തെ വയസ്സിലായിരുന്നു അല്ലേ? അപ്പൊ ഇപ്പൊ നോക്കുകയാണെങ്കിൽ സാർ ഒരു 11 രാജ്യങ്ങളോളം കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കണമെങ്കിൽ ഏതൊരു യാത്രയിലായിരിക്കും സാറിന്റെ ചിന്താഗതിയെ മാറ്റിയിട്ടുണ്ടാവുന്ന? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ചെറിയ ഉദാഹരണം വെച്ച് തുടങ്ങാം. ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് ശരിയാണോ അറിയില്ല, ആരും ഒന്നും പങ്കാളി ഇടണ്ട. അതായത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് പൊതുവെ മറ്റു രാജ്യക്കാർക്കുള്ളൊരു ധാരണ ഉണ്ട്, നമ്മൾ പൊതുവെ ലേറ്റാണെന്നുള്ളത്. ഒരു പരിധി വരെ അത് ശരിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 9:30 നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ 9:15 9:20 വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ 9:30 എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 9:45 ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ചൈന, എസ്പെഷ്യലി ചൈന എടുക്കുകയാണ്. അപ്പോൾ ചൈനക്കാരൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് ഗ്രൂപ്പ് ടൂർ ചെയ്യും. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഗൈഡുമാരാണ് ശരിക്കും നമ്മുടെ ചിന്തകളെ, അല്ലെങ്കിൽ എൻ്റെ ചിന്തകളെ മാറ്റിയെന്ന് പറയാം. ഒരു ഉദാഹരണമായിട്ട് പറയാം. അതായത് ഇപ്പോൾ നമ്മുടെ ടൂറ് രാവിലെ ഇപ്പോൾ ഒരു 8:30 അല്ലെങ്കിൽ 9:30 സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ ഗൈഡുമാർ ഒരു 1/2 hour ബിഫോർ അവിടെ എത്തിയിട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോൾ 8:30 ആണെങ്കിൽ ഒരു 8 മണിക്ക് അവർ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈവൻ നമ്മൾ ഡ്രൈവേഴ്സ് ആണെങ്കിൽ അവർ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരിക്കലും ഭയങ്കര കൗതുകമായിട്ട് ചോദിച്ചു, അതായത് അരമണിക്കൂർ, ആ ഗൈഡ് എന്നോട് പറഞ്ഞ് 1 hour ബിഫോർ ഞാൻ അവിടെ എത്തിയെന്നാണ്. അപ്പോൾ അത്ഭുതപ്പെടുത്തിയ കാര്യം ഗൈഡ് പറഞ്ഞ ഉത്തരമാണ്. അതായത് എപ്പോഴും ഞങ്ങൾ നേരത്തെ ഇറങ്ങും. അതായത് അറ്റ്ലീസ്റ്റ് ആ പ്ലേസിൽ ഒരു 1/2 hour ബിഫോറെങ്കിലും എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യാമെന്ന് പറയും. അതായത് നമ്മൾ റോട്ടിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പല അൺസർട്ടനിറ്റി അവിടെ ഉണ്ടാവാം. ട്രാഫിക് പെടാം, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാവാം. അതൊക്കെയാണ് പുള്ളി എന്നോട് പറഞ്ഞൊരു ഉത്തരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചിന്താഗതിയെ മാറ്റിയ വേറൊരു സംഭവം, ഇപ്പോൾ ചൈനയിൽ ഒരു ദിവസം രാത്രി ഇറങ്ങുന്ന സമയത്ത് വലിയ രാത്രി ട്രാഫിക് ഒന്നുമില്ല. പക്ഷെ അവിടെയൊക്കെ സിഗ്നലുണ്ട്. അപ്പോൾ ഒരു 4 റോഡ് ക്രോസ് ചെയ്യുന്നൊരു ഭാഗമാണ് വരുന്നത്. അപ്പോൾ അതിൽ തീരെ വണ്ടികളില്ല. അതായത് റോഡ് പക്ക ക്ലീനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ബൈക്കാരൻ സിഗ്നലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതായത് രാത്രി ഒരു 11 മണി 12 മണിൻ്റെ സമയത്ത് വണ്ടിയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ സാധാരണ ചെയ്യുക? അതായത് ആ സിഗ്നൽ, അതായത് രാത്രി വണ്ടി ഇല്ലല്ലോ എന്നതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് അല്ലേ.
നമ്മളവിടെ വണ്ടി പാസ് ചെയ്തു പോകും. ഇതൊക്കെയാണ് ശരിക്കും വീണ്ടും നമ്മളെ യാത്രകളിൽ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ഒരു ഗെയിം കളിക്കാം. ഓടി കളിക്കണോ? അതായത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയും, അത് മിത്താണോ അതോ റിയാലിറ്റി ആണോ എന്ന് സാർ പറയാം. ട്രാവൽ മേക്സ് എവ്രി വൺ ഓപ്പൺ മൈൻഡഡ്. ഇത് സത്യം പറഞ്ഞാല് മിത്താണോ ചോദിച്ചാൽ മിത്താണെന്ന് പറയാം, റിയാലിറ്റി ആണെന്ന് വെച്ചാൽ റിയാലിറ്റി ആണെന്ന് പറയാം. ഒരു ചെറിയ ഉദാഹരണം വെച്ചിട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. അതിപ്പോ ഒരാള് ഒരു രാജ്യം മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരാളെ എടുക്കുകയാണെങ്കിൽ അയാൾ ഒരു പക്ഷേ 10 രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടാളും ട്രാവൽ ചെയ്ത വ്യത്യാസം എങ്ങനെയാ വെച്ചാൽ, ഒന്നാമത്തെ ആള് പുള്ളി യാത്ര ചെയ്യുമ്പോൾ ആ രാജ്യത്തേക്ക് ഇറങ്ങിച്ചെന്ന്, വില്ലേജിലേക്ക് ഇറങ്ങിച്ചെന്ന്, ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിച്ച്, അതേപോലെ തന്നെ അവരുടെ സംസ്കാരങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ ഡീപ്പായിട്ട് യാത്ര ചെയ്ത ഒരാളാണ് ഒന്നാമത്തെ മനുഷ്യൻ. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് രാജ്യം പോകുന്നുണ്ട്, പക്ഷെ അയാൾ ഹോട്ടൽ റൂമിലാണ് അധിക സമയത്ത് സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ രാജ്യങ്ങൾ എത്രത്തോളം വിസിറ്റ് ചെയ്യുന്നു എന്നതിനല്ല പ്രധാനം, ഓപ്പൺ മൈൻഡഡ് ആക്കിയത് ഒന്നാമത്തെ ആളെയാണ്. അതായത് നമ്മൾ എങ്ങനെയാണോ ആ ഓരോ യാത്രയും എടുക്കുന്നത്, അതാണ് ശരിക്കും നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആക്കുന്നതും ആക്കാത്തതും. വാവ്, അടിപൊളിയുണ്ട് സാർ അത് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്തൊരു സ്റ്റേറ്റ്മെന്റും കൂടി ഇടാം. അതായത് ലക്ഷറി ട്രാവൽസ് ഗീവ്സ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പം ഇത് മിത്താണോ റിയാലിറ്റി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല ലക്ഷറി ട്രാവലിനെ കുറിച്ച്. കാര്യം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. അഭിന വട്ടവട പോയിട്ടുണ്ടോ? ആ, ഓക്കെ. വട്ടവട പോയിട്ടുണ്ടെങ്കിൽ അഭിനക്ക് എന്താ ഇതേപോലെ ലക്ഷറി സ്റ്റേസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റാം. അവിടെ ഇതേപോലെ എ സ്ക്വയർ ഉള്ള പല സ്റ്റേസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന മഡ് ഹൗസുകളാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ മഡ് ഹൗസുകളാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ അവിടെ പോയ സമയത്ത് വട്ടവടയിൽ ആദ്യമായിട്ട് ഞാനും എൻ്റെ വൈഫും കൂടി പോയ സമയത്ത് ഞങ്ങൾ ആ മഡ് ഹൗസിലാണ് ശരിക്കും സ്റ്റേ ചെയ്തത്. അപ്പോൾ ശരിക്കും ആ ഒരു വട്ടവട എന്ന് പറയുന്നത് ലിറ്ററലി ഒരു ആ ലാൻഡ്സ്കേപ്പും അതേപോലെ തന്നെ ആ മഡ് ഹൗസും ഇതൊക്കെ നമുക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അത് ഒരിക്കലും ഒരു ലക്ഷറി എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് നമുക്ക് സമ്മാനിച്ചൊരു സാധനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഡ് ഹൗസ് നേരെ സിറ്റിയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും അതും അവർക്ക് ലിറ്ററലി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. പക്ഷെ ആ ഒരു സ്ഥലത്തിനനുസരിച്ച് അവിടെ മഡ് ഹൗസ് ആയതുകൊണ്ട് നമുക്ക് കിടിലൻ എക്സ്പീരിയൻസ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ക്വസ്റ്റ്യനിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്കുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, ആളുകൾ അനുസരിച്ച് അത് മാറാം. ചില ആളുകൾക്ക് ലക്ഷറി സ്റ്റേയിനേക്കാളും താല്പര്യം ഇതുപോലെയുള്ള മഡ് ഹൗസുകളും അല്ലെങ്കിൽ വില്ലേജുകളും ഹോം സ്റ്റേസും ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണ്. കാരണം ഞാൻ പൂണ്ടിയിലൊക്കെ പോയ സമയത്ത് എനിക്ക് ഇതേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ കൂടുതൽ രാജ്യങ്ങൾ പോയാൽ കൂടുതൽ അറിവ് ലഭിക്കും. ഓക്കെ. എനിക്ക് തോന്നുന്നത് അത് മിത്താണ്. ഇപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് ഒരാൾ ഒരുപാട് രാജ്യങ്ങൾ കാണുന്നതിലുപരി ഒരു രാജ്യം അത്രയും ഡീപ്പായിട്ട് കാണുകയാണെങ്കിൽ അയാളാണ് ഏറ്റവും കൂടുതൽ എന്താണ് നോളജും അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു മിത്താണ്. യെസ്. ഓക്കെ. അപ്പൊ നമുക്കറിയാം സാർ ഇപ്പൊ ഒരു 11ഓളം കൺട്രീസ് കവർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അല്ലെ. അപ്പൊ ഇപ്പൊ സാറിന് ഇപ്പൊ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു രാജ്യത്ത് പോകുമ്പോൾ അതിനെ കുറിച്ചൊരു ധാരണ അവിടെ പോയിട്ട് മാറിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ. അഭിനെ ചോദിച്ചത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഏഷ്യൻ കൺട്രീസിനെ കുറിച്ച് നമുക്ക് പൊതുവേ എന്താണ് ഏഷ്യൻ കൺട്രീസിൻ്റെ ഹോസ്പിറ്റാലിറ്റി ശരിക്കും നമുക്ക് നല്ല മതിപ്പാണ് ശരിക്കും. പേഴ്സണലി എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം ചൈനക്കാരായിക്കോട്ടെ, മലേഷ്യ, തായ്ലാൻഡ് ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര നല്ല, എസ്പെഷ്യലി ബാലിയൊക്കെ നല്ല ഹോസ്പിറ്റാലിറ്റി, അതായത് ബാലി പറയുമ്പോൾ ഇന്തോനേഷ്യ, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് അവർ. നമ്മളവിടെ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒരു സർവീസൊക്കെ ഭയങ്കര അടിപൊളിയാണ് ശരിക്കും. ഭയങ്കര വെൽക്കമിങ് ആണ്. ഞാൻ വിയറ്റ്നാമിൽ പോയപ്പോഴാണ്, ഞാൻ എൻ്റെ വൈഫും കൂടി വിയറ്റ്നാമിൽ പോയ സമയത്ത് എനിക്ക് തോന്നുന്നത് അത് അവരുടെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ആ ഒരു സമയത്തായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഹലോങ് ബേ ഡേ ക്രൂയിസാണ് ഉണ്ടായിരുന്നത്. നല്ലൊരു ഗംഭീര ക്രൂയിസ് ജേണി കഴിഞ്ഞിട്ട് ഞാൻ വൈഫും തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയായിരുന്നു അത് മുമ്പേ. ഇപ്പോൾ ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു സമയമാവുന്ന സമയത്ത് എനിക്കൊന്ന് ഇൻഡിപെൻഡൻസിൻ്റെ 1 ഡേ ബിഫോറാണ് തോന്നുന്നുണ്ട് ആ ഒരു ഡേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അന്ന് ഡ്രൈവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവനിങ് ആവുന്ന സമയത്ത് മിലിറ്ററി പരേഡൊക്കെ റോഡിലേക്ക് വരും. അപ്പോൾ റോഡൊക്കെ നല്ല ട്രാഫിക് ആയിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ഹോട്ടലിലേക്ക് എനിക്ക് ഡ്രോപ്പ് ചെയ്ത് തരാൻ പറ്റണമെന്നില്ല. എത്രത്തോളം മാക്സിമം കാറിന് അലോ ചെയ്യുമോ അവിടെ എനിക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അന്ന് വൈകുന്നേരം ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ഏകദേശം ഒരു 3.5-4 കിലോമീറ്റർ അപ്പുറത്താണ്. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ഞങ്ങൾ 2 പേരാണല്ലോ, ഞങ്ങൾക്ക് നടന്നിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകാം എന്നൊരു മൈൻഡായിരുന്നു. അങ്ങനെ കുറച്ച് ഇറങ്ങി നടക്കാൻ തുടങ്ങിയ സമയത്ത്
ഒരു റോഡ് ഞങ്ങൾക്ക് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തിട്ട് വേണം ഞങ്ങളുടെ ഹോട്ടലിലേക്ക് നടന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യണം. ആ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വലിയൊരാൾക്കൂട്ടം എന്ന് പറയുമ്പോൾ, അതായത് ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ മിലിറ്ററി പരേഡ് കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി, മക്കളും അവരെല്ലാവരും, ആ ഒരു ഫാമിലി എല്ലാവരും കൂടി റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് നിലത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ആളുകളിലൂടെ എന്താണ് ക്രോസ് ചെയ്തിട്ട് വേണം, ആദ്യം ആളുകളെ പാസ് ചെയ്യണം, റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് റിയാലിറ്റി. അപ്പോൾ ഞങ്ങൾ എന്താണ് ആർക്കും ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെരുപ്പെല്ലാം കയ്യിൽ വെച്ച്, ഞങ്ങളുടെ ഷൂവും ചെരുപ്പൊക്കെ ഊരി കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആൾക്കൂട്ടത്തെ പതിയെ മാറ്റിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു വളരെ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് അവർ നമ്മൾ ഹ്യൂമിലിയേറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ ഫോറിനേഴ്സാണ്, തീർച്ചയായിട്ടും നമ്മൾ കണ്ട ഫോറിനേഴ്സ് ആണെന്നറിയാം. അപ്പോൾ അവരുടേതായ ഭാഷയിൽ നമ്മളെ കളിയാക്കി ചിരിക്കുകയാണ്. അത് ഭയങ്കരമായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാക്കിയൊരു സംഭവമാണ്. ആ ഒരു രാജ്യത്ത് പോയിട്ട് നമുക്ക് വിഷമം ഉണ്ടാക്കിയൊരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങനെ മുമ്പോട്ട് പോകുന്നു. ആ സമയത്ത് ഒരു മിടുക്കി കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക്, എനിക്ക് തോന്നുന്നു ഒരു 20 വയസ്സൊക്കെ പ്രായമുള്ളൊരു കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ആ കുട്ടി ആദ്യം പറഞ്ഞതാണ്, റിയലി സോറി കേട്ടോ, അതായത് എൻ്റെ നാട്ടുകാരെ പറയുന്ന മൈൻഡ് ചെയ്യണ്ട, റിയലി സോറി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഞങ്ങളുടെ കൈ പിടിച്ചിട്ട് ആ കുട്ടി ഞങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതായത് ആ ആൾക്കൂട്ടത്തെ പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ആ കുട്ടി ഞങ്ങളുടെ കൂടെ ഏകദേശം ഒരു 600 മീറ്ററോളം ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടി വന്നതിൻ്റെ ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ വന്നതിന് ശേഷം ആ കുട്ടി പറഞ്ഞു, ഇന്നിങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ വരുന്നത്, ഞാൻ വീണ്ടും അപ്പോളജൈസ് ചെയ്യാണ് എൻ്റെ നാട്ടുകാർ നിങ്ങളെ കളിയാക്കിയതിന്. ആ കുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കും നന്നായിട്ട്, വളരെ നല്ല ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് ആ കുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും ടാക്സി വിളിച്ച് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് നടന്ന് പോകാനും പറ്റുമെന്ന് ലിറ്ററലി ബുദ്ധിമുട്ടാണ്, വേറൊരു വഴി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടി ഞങ്ങൾ 600 മീറ്റർ നടത്തി വേറൊരു വഴിയിലേക്ക് കാണിച്ചു തന്നു. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളോട് ടാക്സി വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത് ബോൾട്ടിലാണ്, അതായത് മോട്ടോർ സൈക്കിൾ ടാക്സി, അതായത് ബൈക്ക് ടാക്സി വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു 10-15 മിനിറ്റ് ടാക്സി വിളിക്കാൻ വേണ്ടിയിട്ട് ഫോണിലൂടെ ഇങ്ങനെ നോക്കുന്നു. ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഭയങ്കര ട്രാഫിക്കാണ്, ആർക്കും ലിറ്ററലി പോകാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ കുട്ടി അത് കണ്ട്, അതായത് കുട്ടി ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ, അതായത് ഞങ്ങൾ പോയിട്ട് പോകാം എന്നൊരു മൈൻഡിൽ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം കുട്ടി അവിടെയുള്ള വേറൊരു ഇതേപോലെ ടാക്സിക്കാരൻ, അതായത് ബൈക്ക് ടാക്സിക്കാരനോട് പോയി സംസാരിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പുള്ളിക്കാരത്ത് ഞങ്ങൾക്ക് എന്താണ് ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് ഞങ്ങളെ ഹോട്ടലിലേക്ക് വിട്ടൊരു കഥയുണ്ട്. പക്ഷേ എല്ലാ രാജ്യത്തും ഇതുപോലെ ഉണ്ടാവും, അതായത് നല്ല ആളുകളും ഉണ്ടാവും, ചീത്ത ആളുകളും ഉണ്ട്. നമുക്ക് എല്ലാവരും ഒരു ചെറിയ ഇൻസിഡൻറ്റ് കൊണ്ട് ആ രാജ്യത്തുള്ള എല്ലാ ആളുകളും മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു മുൻധാരണ ഒരു ചെറിയ സമയത്തേക്ക് മാറി, അവരുടെ ഹോസ്പിറ്റാലിറ്റി മോശമാണെന്ന് ഞാൻ ചിന്തിച്ച്. പക്ഷെ വീണ്ടും ഈ ഒരു മിടുക്കി പെൺകുട്ടീനെ കണ്ടുമുട്ടിയ സമയത്ത് നമുക്ക് മനസ്സിലായി എല്ലാ നാട്ടിലും നല്ല ആളുകളും ഉണ്ട്, ചീത്ത ആളുകളും ഉണ്ടെന്ന്. ഓക്കെ, സാറ് പറഞ്ഞാൽ വളരെ ശരിയാണ്. കാരണം നമ്മൾക്ക് ഇപ്പോൾ സാറ് പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലായി, അതായത് ഒരു സ്ഥലത്ത് നിന്ന് പോയപ്പോൾ നമ്മൾ ആ സ്ഥലത്തിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് നിന്ന് അവിടുത്തെ ആൾക്കാരിൽ നിന്ന് തന്നെ നമുക്കത് മാറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇപ്പോൾ ഈ ഡിജിറ്റൽ വേൾഡിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുമല്ലേ, കുറേ പേര് ഉണ്ടാവും റീൽസും, ഇപ്പോൾ ഈ ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ റീൽസും ഫോട്ടോസും മാത്രം, ലൈക്ക് അതിന് വേണ്ടി മാത്രം യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എന്താ അത് ശരിക്കുള്ള ആ ഒരു സ്ഥലത്തിന്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് യാത്രാനുഭവം കിട്ടുന്നുണ്ടോ എന്നല്ലേ ചോദിച്ചാൽ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ എറയിലാണ് ശരിക്കും ഉള്ളത് അല്ലേ, ഒരു സോഷ്യൽ കാലഘട്ടത്തിൽ. അപ്പോൾ എൻ്റെ വൈഫ് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ നോട്ടീസ് ഒരു കാര്യം, അതായത് പുള്ളിക്കാരി സ്ഥലം നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ആദ്യം പുള്ളിക്കാരി ചെയ്യുക, ഒരു സ്ഥലത്ത് എത്തിയതിന് ശേഷം ആ സ്ഥലം മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റായിട്ട് അസർബൈജാനിൽ പോയ സമയത്ത് ഷഹദാഗ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ പർവ്വതമുണ്ട് ശരിക്കും അവിടെ, ഒരു നല്ലൊരു മൗണ്ടെയിൻ വ്യൂ ഒക്കെ. ശരിക്കും എനിക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രക്കും ബ്യൂട്ടിയാണ് ഷഹദാഗ്. അപ്പോൾ അവിടെ പോയ സമയത്ത് പുള്ളിക്കാരി ആ ഒരു അവിടെ ഒരു റോളർ കോസ്റ്റർ റൈഡ് ഉണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്തു. ആ സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് ആദ്യം എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടിട്ട് പുള്ളിക്കാരിട്ട് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആളാണ്, അതായത് ഫോണിൽ എവിടെ പോയാലും ഫോട്ടോസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഓപ്പോസിറ്റാണ് ശരിക്കും. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും സാധാരണ ഫോട്ടോസൊന്നും എടുക്കലില്ല. അപ്പോൾ ഞാൻ ശരിക്കും വൈഫിനോട് ഒരട്ടം ചോദിച്ച്, ഫോട്ടോസ് എന്തിനാണ് എടുക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞൊരു മറുപടി ഇത്രയേ ഉള്ളൂ, അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഫോട്ടോസ് മാത്രം എടുക്കുന്നതിൽ ഒതുങ്ങുന്നില്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1-2 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗാലറിയിലൊക്കെ നോക്കുമ്പോൾ അത് നമുക്ക് തരുന്നൊരു മെമ്മറി ഉണ്ടല്ലോ,
അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, യാത്ര ചെയ്യുമ്പോൾ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫോട്ടോകളൊക്കെ പകർത്തുന്നതും നല്ലതായിരിക്കും. പക്ഷേ ഫോട്ടോകൾ പകർത്താനും റീൽസ് ക്രിയേറ്റ് ചെയ്യാനും മാത്രമായിട്ട് നമ്മുടെ യാത്രകൾ ഒതുങ്ങാതിരിക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സാർ ഒരു യാത്ര പോയതിൽ ഇതുവരെ പോയ യാത്രയിൽ സാറിന് പൂർണ്ണമായി മാറ്റി എന്തെങ്കിലും ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ പോയി കഴിഞ്ഞാൽ ചൈനയിൽ ശരിക്ക് ബുദ്ധിസം, മുസ്ലിം പല മതങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ അവിടെ വരുന്നൊരു മതം എന്ന് പറയുന്നത് താവോയിസം ആണ്. എനിക്ക് തോന്നുന്നത് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്തൊരു ഒരു മതമാണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഇതൊരു മതത്തിൻ്റെ ഒരു കൾച്ചറൊന്നുമല്ല. അതായത് എപ്പോഴും അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ പോയിട്ട് പ്രാർത്ഥിക്കുന്ന രീതിയൊന്നും അല്ല ആ താവോയിസം ശരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രകൃതിയുടെ ഒഴുക്കിനനുസരിച്ച് മനുഷ്യൻ പോവുക എന്നത്, അതായത് ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടൊരു ജീവിതം നയിക്കുക എന്നതാണ് താവോയിസത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതെനിക്ക് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞാൻ ഫസ്റ്റായിട്ട് ചൈനയിൽ പോയ സമയത്ത് അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴും പഠിച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവമാണ്. അതായത് നമ്മുടെ നാട്ടിൽ മനുഷ്യർ മതത്തിന് വേണ്ടിയിട്ടും പലതിന് വേണ്ടിയിട്ടും മല്ലിട്ടടിക്കുമ്പോഴും അല്ലെങ്കിൽ പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും അത്തരത്തിലൊരു കോൺസെപ്റ്റ് ശരിക്ക് എൻ്റെ ചിന്തയെ ശരിക്കും മാറ്റിയത് തന്നെയാണ്. അതായത് മതം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാനും ഒരു മതത്തിൽ ജനിച്ച ആളാണ്. ഞാനും ഒരു മതത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറയുന്നത് ഒരു മതം കോൺസെപ്റ്റ് ഇല്ലെങ്കിലും പോലും മനുഷ്യൻ നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതിലൊരു പ്രധാനമുണ്ടെന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഒരു ചിന്ത വന്നൊരു സംഭവം തന്നെയാണ് താവോയിസം എന്ന് പറഞ്ഞൊരു മതം. അപ്പൊ ഇപ്പൊ സാർ ഇപ്പൊ കുറേ കഥകളും എല്ലാ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചില്ലേ. അപ്പൊ ഇതുവരെ പോയ യാത്രയിൽ സാർ കൂടുതൽ ലോകത്തെ കുറിച്ചാണോ കൂടുതൽ പഠിച്ചത് അത് സാറിനെ കുറിച്ചാണോ കൂടുതൽ പഠിച്ചത്? ഭയങ്കര ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണല്ലോ. നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ രാജ്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ഇത്രയും ചെറിയ സമയത്ത് സംസാരിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ എന്നെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. സാധാരണ നമ്മളെന്താണ്, വീട്ടിൽന്ന് നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഓഫീസിലേക്കോ ഇറങ്ങുന്നു. നമ്മൾ ആരും വെയിറ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ചെന്നിരുന്നപ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നു. ആ ഒരു പാറ്റേൺ ആണല്ലോ ശരിക്കും നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത്. ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ഷമയൊക്കെ അവിടെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണം പറയാം, നമ്മളൊരു ടാക്സിക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ ഒരു ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ. ഒരു എൻട്രൻസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം, എന്തെങ്കിലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രൻസിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 15 മിനിറ്റോ 20 മിനിറ്റോ നിൽക്കേണ്ടി വരും. അത് നമ്മുടെ ക്ഷമയാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളെയും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പല യാത്രകളും സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇപ്പോൾ ഡിസിപ്ലിൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്ഷമയുടെ കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ യെസ്, ഓരോ രാജ്യങ്ങളും ഓരോ അനുഭവങ്ങളാണ് നമുക്ക്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ. ഓക്കെ സർ. അപ്പോൾ ഇന്ന് നമ്മളൊരു കോൺവെർസേഷനിൽ എനിക്ക് പേഴ്സണലി മനസ്സിലാക്കി തന്നൊരു കാര്യമുണ്ട്. അതായത് യാത്ര എന്നുള്ളത് നമ്മൾ ഒരു സ്ഥലത്ത് പോയി വരാം എന്നുള്ളത് മാത്രമല്ല അല്ലേ? അവിടെ പോയിട്ട് നമ്മളൊരു മൈൻഡ് സെറ്റിനെ മാറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു അല്ലേ? അപ്പം വളരെ നന്നായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു ഇത്. താങ്ക് യു. താങ്ക് യു അഭിന. എപ്പിസോഡ് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ, നിങ്ങൾ യാത്ര അടുത്ത പ്രാവശ്യം ഏതോ ചെറുതോ വലുതോ എന്ത് യാത്രകളായിക്കോട്ടെ, യാത്രകൾ പോകുന്ന സമയത്ത് ഫോട്ടോകൾ എടുക്കണം, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ എൻജോയ് ചെയ്യണം. അതൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ അവിടുത്തെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ ചൈനയിലായിക്കോട്ടെ, എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ അവിടുത്തെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ഓരോ മനുഷ്യനും ഒരു കഥയുണ്ട് അല്ലേ? ആ ഒരു കഥയ്ക്ക് പിന്നിൽ പല കാര്യങ്ങളുണ്ട് ശരിക്കും നമുക്ക്. അപ്പോൾ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രാജ്യത്തിനെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്കത് അത്രത്തോളം ആഴത്തിൽ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ എടുത്തു വെക്കാനും പറ്റുന്ന ഒരു നല്ലൊരു അനുഭവമായിട്ട് ശരിക്കും യാത്രകൾ മാറ്റാൻ പറ്റും. യെസ് സർ. അതായത് ഓരോ മനുഷ്യനും ഒരു കഥയുണ്ട്. ഓരോ നഗരത്തിനും ഒരു ആത്മാവുണ്ട്. അതേപോലെ തന്നെ ഓരോ യാത്രയ്ക്കും നമ്മളെ മാറ്റാനുള്ള ഒരു ശക്തിയുണ്ട്. കറക്റ്റ്. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി പുതിയൊരു വിഷയമായി വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.